ഹലോ എവരി വൺ. ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഫോം പോലെയുള്ള ഫോമുകൾ ഫില്ല് ചെയ്യാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് തവണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാണുന്ന ഒരു ടേമാണ്, ഒരു വേർഡാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ആ ഒരു കമ്പനിയുടെ പേര് ഗൂഗിൾ എന്നായിരുന്നില്ല അവർ ഉദ്ദേശിച്ചിരുന്നത് ഗൂഗിൾ എന്നായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഗൂഗിൾ? അത് നമ്മുടെ മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വൺ ഓഫ് ദ നമ്പേഴ്സിനെയാണ് അവർ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്നത് 10⁻100 എന്ന് പറയുന്ന നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. 10⁻100 എന്ന് പറയുമ്പോൾ 1 കഴിഞ്ഞതിന് ശേഷം 100 സീറോസ് വരുന്ന ഒരു വലിയ നമ്പറിനെയാണ് 10⁻100 എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ എന്ന് പറയുന്ന വേർഡ് എന്തുകൊണ്ട് അവർ എടുത്തു, അല്ലെങ്കിൽ ആ ഒരു നമ്പർ എന്തുകൊണ്ട് എടുത്തു? കാരണം നിങ്ങൾക്കറിയാം, ഗൂഗിൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു സെർച്ച് എഞ്ചിനാണ്. സോ അതിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 10⁻100 പോസിബിലിറ്റീസ് വരെ കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വേർഡ് അവർ നെയിമായിട്ട് എടുത്തത്. പക്ഷേ അതിൻ്റെ പ്രൊണൗൺസ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറയുന്നതും ഒരുപാട് സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് ബൈ മിസ്റ്റേക്ക് അത് ഗൂഗിൾ ആയി എന്നുള്ളതാണ് നമ്മുടെ സ്റ്റോറീസ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഈ ഗൂഗിൾ എന്ന് പറയുന്ന നമ്പറിനെയാണ് ആക്ച്വലി അവർ നമ്മുടെ പേരായിട്ട്, അവരുടെ കമ്പനിയുടെ നെയിമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്: ഗൂഗിൾ എന്ന് പറയുന്ന 10⁻100 ആണെങ്കിൽ ഗൂഗിൾ പ്ലക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഓക്കെ, ഗൂഗിൾ പ്ലക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ആയിട്ടിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പ്ലക്സിൻ്റെ ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്